നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെല്ലാവരും ഉപേക്ഷിച്ച സുശീലയ്ക്ക് ഹർഷ അഭയം കൊടുക്കുന്നു. സിനിമയ്ക്ക് പോയി രാത്രിയാകുമ്പോൾ സത്യനും സോനയും ശ്യാമും പ്രതിഭയും വരുന്നു. സുശീല വന്നിട്ടുണ്ടായിരുന്നെന്ന് അവർക്ക് മനസ്സിലാകുന്നു. സുശീലയ്ക്ക് ശ്യാം ജയിലിൽ കൊണ്ടുപോയി കൊടുത്ത പുതപ്പ് അവിടെ കിടക്കുന്നത് കാണുന്നു. ഇന്ദ്രനെയും അനുപമയെയും എങ്ങനെയും തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള നാടകങ്ങളൊക്കെ അവർ നടത്തുന്നത്. ഹർഷയും സോനയും തമ്മിൽ നടത്തിയ രഹസ്യമായിരുന്നോ ഈ നാടകത്തിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടി വരും. സുശീലയ്ക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ഹർഷയുമായി സംസാരിക്കുന്നു. ഇന്ദ്രനെ പിണക്കേണ്ടിയിരുന്നില്ല എന്ന് സുശീലയ്ക്ക് തോന്നുന്നു. അനുപമയെ ഉപേക്ഷിക്കണമെന്ന് ഉടനെ തന്നെ ഇന്ദ്രനോട് പറയേണ്ടിയിരുന്നില്ല എന്ന് സുശീല ആലോചിക്കുന്നു. ഹർഷയ്ക്കും അതേ അഭിപ്രായമായിരുന്നു. ഇനി ഇന്ദ്രൻ അനുപമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എതിർക്കില്ലെന്നും സുശീല പറയുന്നു. ഇന്ദ്രൻ എന്തായാലും സുശീല ആന്റിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ഹർഷ പറയുന്നു. നമ്മുടെ ആവശ്യവും ഇന്ദ്രൻ തിരിച്ചു വരണമെന്നാണല്ലോ. വന്നില്ലെങ്കിൽ വരുത്താനും നമുക്കറിയാമെന്ന് ഹർഷ സുശീലയോട് പറയുന്നു. രഘുവിനെ അമ്പിളിയും അനന്തൻ മാഷും എന്തിന്റെ പേരിലാണ് അന്യനായി കാണുന്നത്? ഹർഷയുമായി അവിഹിതം നടത്തിയിരുന്ന ഇന്ദ്രനോടില്ലാത്ത ദേഷ്യമാണോ മാഷിന് രഘുവിനോട്? ആതുലിന്റെ സ്വർണം രഘു എടുത്ത കാര്യം മാഷിനറിയില്ല. എന്നാൽ അമ്പിളിക്കറിയാമല്ലോ. ജയിലിലായ ആദിത്യന്റെ ഭാര്യയെയും കുട്ടിയെയും രഘു മനസാക്ഷിയുടെ പേരിൽ സഹായിക്കേണ്ടേ? അങ്ങനെ ചെയ്യാൻ അമ്പിളി സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് രഘു അമ്പിളിയോട് അക്കാര്യം പറയാതിരുന്നത്. അമ്പിളിയുടെ സ്ഥാനത്ത് അനുപമയായിരുന്നെങ്കിൽ തീർച്ചയായും രഘു അനുപമയോട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. അസൂയയും കുശുമ്പും വിവരക്കേടും ഇത് മൂന്നും കൂടിയതാണ് അമ്പിളി. അമ്പിളി അകലും തോറും രഘു ആമയുമായി അടുക്കും. അതെന്തിന്റെ പേരിലായാലും രഘുവിനെ പിന്നീട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിൽ വന്നാൽ മിണ്ടാതിരിക്കാനും അവഗണിക്കാനും മാത്രം തെറ്റൊന്നും രഘു ചെയ്തിട്ടില്ല. സച്ചി സാറിന്റെയും കുടുംബത്തിന്റെയും വിവരമൊന്നുമില്ലായിരുന്നു. മഹേഷുമായിട്ടുള്ള ഇന്ദുവിന്റെ കല്യാണം സുശീല വീണ്ടും മുടക്കുമോ? സുശീല ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ജയിലിൽ കിടന്നു വരുന്ന സുശീലയെ അനന്തൻ മാഷും അനുപമയും സച്ചി സാറുമൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അനന്തൻ മാഷ് കാണിച്ചു കൊടുക്കുന്ന പെണ്ണിനെ ഗോകുൽ കല്യാണം കഴിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അത് മഞ്ചാടിയെ ഉദ്ദേശിച്ചാണെന്ന്. ഗോകുലിന് അഭിമാനമില്ലേ? അത്രയ്ക്കും വേണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ പിന്നാലെ പിന്നെ ആരെങ്കിലും നടക്കുമോ? വിനയൻ കുട്ടിക്ക് സ്വർണ്ണമോതിരവും ചേരുവിന്റെ ചിലവിനായി 1 ലക്ഷം രൂപയും വീണ്ടും അനന്തൻ മാഷിന് കൊണ്ട് കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ ചിലവാക്കിയതും ഈ 1 ലക്ഷം രൂപയും കൂടി കൊടുത്ത് വീണ്ടും അനന്തൻ മാഷിനെ പറ്റിച്ച് 10 ലക്ഷം ചോദിക്കാനാകും വിനയന്റെ പദ്ധതി. ഒന്നും കാണാതെ സൈക്കോ വിനയൻ 10 പൈസ ചിലവാക്കില്ല. അവൻ ആദ്യം 2 പെൺകുട്ടികൾ ജനിച്ചപ്പോൾ ഒന്നും കൊടുക്കാതെ തിരിഞ്ഞു നോക്കാതിരുന്ന അവന്റെ പൈസ ഈ കുട്ടിക്കും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും വലിയ ആദർശധീരനായ അനന്തൻ മാഷ് കാണിക്കണമായിരുന്നു. അതെങ്ങനെയാണ്? മാഷായാലും ആരായാലും നാട്ടുകാരുടെ മുൻപിൽ ദുരഭിമാനം പണയം വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മക്കളെ സ്നേഹിക്കാത്ത സ്വാർത്ഥന്മാരായ അച്ഛന്മാരായി മാറും. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.